രാവിലെ വിളിച്ചിന് പറയാം അല്ലേ? രതീഷ് തുറക്കലേ അല്ല 10 തുറക്കലേ 4 മണി വരെ ആള് വരാനുണ്ട്. ഇന്നലെ രാത്രിയിൽ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. യൂത്ത് ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ അറിയാവുന്നതുപോലെ നമ്മുടെ തിരുനോടി പേരാവൂർ പ്രദേശത്ത് രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, ആധ്യാത്മിക മേഖലകളിൽ നിറസാന്നിധ്യമായിരുന്ന നമ്മുടെ ഏവർക്കും പ്രിയപ്പെട്ട യൂത്ത് ഓഫീസർ നമ്മൾ ഇന്നലെ വിട്ടുപിരിഞ്ഞു. അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ രാഷ്ട്രീയ, സാംസ്കാരിക മേഖലയിലെ സമിതികളായിട്ടുള്ള നേതാക്കളും അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടുകാരോട് എത്തിച്ചേർന്നത്. ഔപചാരികരുടെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഈ വാർഡിൻ്റെ പ്രസിഡന്റ് ശ്രീ അംബിതാഷൻ അവരുടെ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ നാട്ടിലെ എല്ലാ പ്രവർത്തനങ്ങളിലും രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക പ്രവർത്തനങ്ങളിലെല്ലാം നമ്മോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച നമ്മുടെ രത്നജി നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിരിക്കുകയാണ്. ആ ദേഹവിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിയ എല്ലാവരെയും ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ CPM-ന്റെ ലോക്കൽ സെക്രട്ടറി ശ്രീ സനി, അതുപോലെ തന്നെ ബ്രാഞ്ച് സെക്രട്ടറി രതീഷ്, BJP-യുടെ മണ്ഡലം പ്രസിഡന്റ് സോജ, അതുപോലെ CPI-യുടെ
മുസ്തഫ, IUMLന്റെ നമ്മുടെ സിറാജ്, കോൺഗ്രസിന്റെ നമ്മുടെ പ്രിയങ്കരിയായ നേതാവ് ശ്രീ ജൂബിലി ചാക്കോ, കേരള കോൺഗ്രസിന്റെ സിദ്ദിഖ് കണ്ണിയത്ത് കണ്ടത്ത് ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കന്മാരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗം നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ ശ്രീ സുരേഷ് ചാലാർത്തിനെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതിന് ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ ഏറ്റവും പ്രിയങ്കരിയായിരുന്ന നമ്മുടെ ഈ മേഖലയിലെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, അതുപോലെ തന്നെ ആധ്യാത്മിക രംഗങ്ങളിലെല്ലാം തന്നെ നിറസാന്നിധ്യമായിരുന്ന പ്രിയപ്പെട്ട രത്നേച്ചി ഇന്നലെ രാത്രി നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു 2-3 മാസക്കാലമായി അദ്ദേഹം രോഗശൈലിയിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ജീവന് വേണ്ടി മല്ലെടുത്ത് കൊണ്ട് തന്നെയാണ് വൈദ്യശാസ്ത്രത്തിന് ചെയ്യാൻ കഴിയുന്നതിലെല്ലാ ചികിത്സയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ നമുക്ക് രക്ഷിക്കാൻ സാധിച്ചില്ല. അവർ ഇന്നലെ നമ്മെ വിട്ടുപിരിയുകയാണ്. ഈ കുടുംബത്തിൻ്റെ ആ ദുഃഖത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ ഈ മേഖലയിലെ അവർ പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളിലുണ്ടായ ആ ദുഃഖവും നഷ്ടവും നികത്താൻ കഴിയാത്തതാണ്. ഒട്ടുമിക്ക എത്രയോ ആളുകൾ ഇവിടെ സംസാരിക്കാനുണ്ട്. നമ്മൾ 4 മണിക്ക് തന്നെ ചടങ്ങ് നടത്തണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ ഏതാനും ആളുകൾ കൂടി അടുത്ത ബന്ധുക്കൾ എത്തിച്ചേരാനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ ഒരുപാട് നേതാക്കന്മാർ, അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർമാർ, ഇരിട്ടിയിലുള്ള തോമസ് വർഗീസ് അടക്കം, റോയൽ മുഹമ്മദ് ഖാ, നാടപ്പുറം ജോസേട്ടൻ ഉൾപ്പെടെയുള്ള, രാജുവേട്ടൻ ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ മണ്ഡലം പ്രസിഡന്റ് ഷഫീർ, ജൂബിലി ചാക്കോ ഉൾപ്പെടെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട AK ഇബ്രാഹിം സാഹിബ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവരോടൊപ്പം പ്രവർത്തിച്ചിരുന്ന പഞ്ചായത്തിൻ്റെ സെക്രട്ടറിമാർ, പ്രിയപ്പെട്ട പൈലി വാദ്യാട്ട്, അതുപോലെ തന്നെ ശ്രീ മോഹനേട്ടൻ, ശ്രീ രാമേന്ദ്രേട്ടൻ, അങ്ങനെയുള്ള എനിക്ക് പേരെടുത്ത് പറയാൻ കഴിയാത്തതത്രയുള്ള സെക്രട്ടറിമാർ രാവിലെ മുതൽ ഇവിടെ ഈ വീട്ടിലെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം വന്ന് അനുശോചനം രേഖപ്പെടുത്തുകയും അവരെ കണ്ട് മടങ്ങിപ്പോവുകയും ചെയ്തിട്ടുള്ളത്. അവരോടെല്ലാമുള്ള നമ്മുടെ ഈ കുടുംബത്തിൻ്റെയും അതുപോലെ തന്നെ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വെലിങ്ങോടി കമ്മിറ്റിയുടെയും എല്ലാം അഗീതമായ ദുഃഖവും നന്ദിയും എല്ലാം അറിയിച്ചുകൊണ്ട് അടുത്തതായി നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി, അനുശോചനം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ജില്ലാ പഞ്ചായത്തിൻ്റെ ബഹുമാന്യായ മെമ്പർ ജൂബിലി ചാക്കോ. ഏറെ ബഹുമാന്യരായിട്ടുള്ള വിവിധ മേഖലകളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള നേതാക്കന്മാരെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, സ്നേഹമുള്ള നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട രത്ന ഓഫീസർ നമ്മളെ വിട്ടുപോയിരിക്കുകയാണ്. നമ്മളെല്ലാം വളരെ സ്നേഹത്തോടു കൂടി എപ്പോഴും വിളിച്ചുകൊണ്ടിരുന്ന, ഏതാവശ്യത്തിനും വിളിച്ചുകൊണ്ടിരുന്ന, സംസാരിച്ചു കൊണ്ടിരുന്ന രത്ന ഓഫീസർ ഇന്ന് നമ്മളുടെ കൂടെ ഇല്ല എന്നറിയുമ്പോൾ വളരെയധികം ദുഃഖമുണ്ട്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനകത്ത് എൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടും അതിനുശേഷവും എല്ലാ കാര്യങ്ങളിലും എന്നോടൊപ്പം ചേർന്ന് നിന്നത്, എനിക്ക് വേണ്ടി എൻ്റെ ഫോമൊക്കെ പൂരിപ്പിച്ച് വളരെ വൃത്തിയോടും ചിട്ടയോടും കൂടി എനിക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട രത്ന ഓഫീസറായിരുന്നു. അവർ നമ്മെ വിട്ടുപോകുന്നു എന്ന് പറയുമ്പോൾ വളരെയധികം ദുഃഖമുണ്ട്. ഏത് കാര്യത്തിലായാലും, പ്രവർത്തന മേഖലയിലായാലും ആധ്യാത്മിക മേഖലയിലും വിവിധ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലൊക്കെ വനിതാ ബാങ്കിൻ്റെ സർവീസ് സഹകരണ വനിതാ സംഘത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കുമ്പോഴും അവർ പ്രവർത്തിച്ചിരുന്ന പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് ഓഫീസറായി റിട്ടയർഡ് ചെയ്യുന്ന കാലയളവിലുമൊക്കെ അവർ
ഈ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള ഒരുപിടി നല്ല കാര്യങ്ങൾ അവരുടെ മരണത്തിന് ശേഷവും നാം എല്ലാവരും ഓർത്തെടുക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഏത് കാര്യം ഏൽപ്പിച്ചാലും വളരെ അടുക്കും ചിട്ടയോടും കൂടി ചെയ്യുന്ന, വളരെ ഉത്തരവാദിത്ത ബോധമുള്ള ഒരു നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തക കൂടിയായിരുന്നു നമ്മുടെയൊക്കെ സഹപ്രവർത്തകയായിട്ടുള്ള രക്തോഫീസർ. അവരുടെ മകൾ പഞ്ചായത്ത് മെമ്പറാണ്, മകനുണ്ട്. കുടുംബങ്ങളിൽ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത് പോലെ തന്നെ കുടുംബകാര്യങ്ങളിലും മക്കളുടെ കാര്യങ്ങളിലുമൊക്കെ വളരെ നല്ല രീതിയിൽ ശ്രദ്ധ പുലർത്തിയിരുന്ന വളരെ പ്രിയപ്പെട്ട രത്നേച്ചി നമ്മളോട് അകന്നു പോകുമ്പോൾ മരണം എല്ലാവരിലുമുണ്ട്. അത് പ്രതീക്ഷിക്കാത്ത സമയത്താകുമ്പോഴാണ് നമുക്ക് താങ്ങാൻ പറ്റാതായി പോകുന്നത്. എന്തായാലും അവരുടെ വേർപാടിൽ അവരുടെ കുടുംബത്തെ നമ്മൾ ചേർത്ത് പിടിക്കുകയാണ്. ആ കുടുംബത്തോടൊപ്പം എപ്പോഴും ഇന്റർനാഷണൽ കോൺഗ്രസ് പാർട്ടി ഉണ്ടാകുമെന്ന് ഇവിടുന്ന് ഉറപ്പ് നൽകുകയാണ്. എന്തായാലും ഈ ഒരു അവരുടെ മരണം അറിഞ്ഞത് മുതൽ ഇന്നലെ രാത്രി മുതൽ വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾ, നാട്ടുകാര്, അവരുടെ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഈ സമയം വരെയും വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിച്ചത് അവരുടെ ഇടപെടലിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. രത്നേച്ചിയുടെ ഓർമ്മകൾ ഒരിക്കലും മരിക്കുന്നില്ല, എപ്പോഴും അവർ നമുക്കിടയിൽ ജീവിക്കും എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ടി പി മുസ്തഫയും അതുപോലെ തന്നെ മെമ്പർ റെജീനയൊക്കെ ഇവിടെയുണ്ട്. അവരെയൊക്കെ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവരും ചുരുങ്ങിയ വാക്കുകളിൽ അനുശോചനം രേഖപ്പെടുത്തണമെന്ന് അറിയിച്ചുകൊണ്ട് ബഹുമാന്യനായ CPM-ന്റെ ലോക്കൽ സെക്രട്ടറി ഏറെ പ്രിയപ്പെട്ടവർ, കൂടുതൽ നിർമ്മിപ്പിക്കുന്നില്ല. രത്നേച്ചിയുമായി കുറേ കാലത്തെ ഒരു ബന്ധമുണ്ട്. 96 മുതൽ രത്നേച്ചിയുമായ അടുത്ത ഒരു ബന്ധം നമുക്കുണ്ട്. അയൽവാസിയും കൂടിയാണ്. രത്നേച്ചിയുടെ ഈ വേർപാട് നമുക്ക് നമ്മുടെ സമൂഹത്തിനും കോൺഗ്രസ് പാർട്ടിക്കും പൊതുസമൂഹത്തിനും നേരത്തെ പറഞ്ഞത് സാമൂഹികമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള എല്ലാ മണ്ഡലത്തിലും ഉണ്ടായിട്ടുള്ള വലിയ നഷ്ടമാണ്. ആ നഷ്ടത്തിൽ, ആ കുടുംബത്തിനുണ്ടായിട്ടുള്ള നഷ്ടത്തിൽ, ഈ പ്രസ്ഥാനങ്ങൾക്കുണ്ടായിട്ടുള്ള നഷ്ടത്തിൽ CPM-ന്റെ പേരാവൂർ ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി ആദരാഞ്ജലി അർപ്പിക്കുന്ന ഒപ്പം അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ജൂബിലി, KC സുനിൽകുമാറും മുസ്തഫ, ഷഫീഖ് സിക്കാറ്റ്, വേദി സുരജ്, ഹരിബാത്ത് ഉൾപ്പെടെ മൈക്ക് ഉൾപ്പെടെയുള്ള ബഹുമാനരായ നേതാക്കന്മാരെ സഹപ്രവർത്തകരുടെ സുഹൃത്തുക്കൾ, രത്ന ഓഫീസറുടെ വിയോഗം നമ്മളെ സംബന്ധിച്ച് വളരെ വിലപ്പെട്ടതാണ്. എന്നെ സംബന്ധിച്ച് പ്രത്യേകിച്ചും കഴിഞ്ഞ 10 വർഷക്കാലമുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം ഇങ്ങോട്ടേക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ രാഷ്ട്രീയത്തിലുപരിയായി വളരെ വലിയ 30 വർഷക്കാലത്തെ ചെറുപ്പകാലം മുതലുള്ള ബന്ധം രാഷ്ട്രീയത്തിലുപരിയായി നിലനിർത്താൻ സാധിച്ച ആളുകൂടിയാണ് രത്ന ഓഫീസർ. പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്കെല്ലാം നിവാരണം നടത്തി വളരെ മാന്യമായ നിലയിലുള്ള കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ പ്രതിപാദിച്ചു പോന്നിരുന്ന ഒരാളെന്നായിരുന്നു പഞ്ചായത്ത് സെക്രട്ടറി എന്ന നിലയിൽ. ഇപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി ആണെങ്കിൽ മുമ്പ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന നിലയിൽ അയ്യമ്പുന്ന് പഞ്ചായത്തിൽ ഉൾപ്പെടെ, ഇത് ഓർമ്മ ശരിയാണെങ്കിൽ അത് അവസാനമായി അയ്യമ്പുന്ന് പഞ്ചായത്തിൽ നിന്നാണ് റിട്ടയറായത്. വൈകിട്ടാ ആണെന്ന് തോന്നുന്നു. വളരെ വലിയ നിലയിലുള്ള പ്രവർത്തനം നടത്താൻ വേണ്ടി സാധിക്കും. പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന നിലയിൽ, പിന്നീട് അയ്യങ്കുന്ന് പഞ്ചായത്തിൻ്റെ സെക്രട്ടറി ആയ കാലഘട്ടത്തിലുമെല്ലാം തന്നെ വിരമിക്കുന്ന വേളയിലായാലും വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിന് ശേഷമാണ് അയ്യങ്കുന്നിൻ്റെ പഞ്ചായത്തിൻ്റെ ശിലാഫലകത്തിന് മുകളിൽ അവരുടെ പേര് വളരെ കൃത്യമായി കുത്തിവെക്കപ്പെട്ടു. അവരുടെ പ്രവർത്തനം വിരമിക്കൽ കാലഘട്ടത്തിന് ശേഷവും പേരാവൂർ പഞ്ചായത്തിനകത്ത് വളരെ കൃത്യമായ നിലയിൽ, അത് രാഷ്ട്രീയത്തിലായാലും മറ്റേതെല്ലാം മണ്ഡലങ്ങളിലായാലും വളരെ കൃത്യമായ നിലപാട് പറയാനും ആ നിലപാടിൽ ഉറച്ചു നിൽക്കാനും സാധിച്ച വലിയ വ്യക്തിത്വമാണ് ബഹുമാന്യനായ രത്ന ഓഫീസർ. തീർച്ചയായും അവരുടെ വിയോഗം നമ്മുടെ നാടിനും അതുപോലെ തന്നെ
പ്രത്യേകിച്ച് വിശിഷ്യ കുടുംബത്തിനും കോൺഗ്രസ് പാർട്ടിക്കും UDF നുണ്ടായ അവരുടെ ദേഹവിയോഗത്തിൽ ഞാനും എൻ്റെ പ്രസ്ഥാനമായ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് ലീഗിൽ പങ്കുചേരുന്നു. എല്ലാവിധ ആദരാഞ്ജലികളും നേരുന്നു. നന്ദി, നമസ്കാരം. വേണ്ടി പഞ്ചായത്ത് മെമ്പർ ദേവി സോജ. രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഏറെ പ്രിയങ്കരിയായിരുന്ന രത്നേച്ചി നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം രഞ്ജിഷ മെമ്പറുടെ അമ്മ എന്നുള്ള നിലയിലാണ് എനിക്ക് രത്നേച്ചിയെ കൂടുതലായിട്ട് അറിയാവുന്നത്. രാഷ്ട്രീയത്തിനേക്കാൾ അപ്പുറത്ത് ഒരു അമ്മ എന്നുള്ള നിലയിൽ ഏറെ എനിക്ക് ബഹുമാനമുള്ള ഒരു വ്യക്തിയാണ് രത്നേച്ചി. ഇപ്പം പഞ്ചായത്തിലായാലും നാട്ടിലായാലും എവിടെ കണ്ടു കഴിഞ്ഞാലും ഒരു പുഞ്ചിരിയോടുകൂടി ഓടി വന്ന് നമ്മൾ സംസാരിക്കുന്ന അദ്ദേഹം ഇനിയില്ല എന്ന് പറയുന്നത് ഒരു നഷ്ടം തന്നെയാണ്. അപ്പം കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും നടക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ രത്നേച്ചിയുടെ ഓർമ്മകൾക്ക് വേണ്ടി ഞാനും എൻ്റെ പ്രതിദാനം ചെയ്യുന്ന ഭാരതീയ ജനതാ പാർട്ടി എന്ന സംഘടനയുടെയും എല്ലാവിധ ആദരാഞ്ജലികളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. രീതിയിലുള്ള വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനാ നേതാക്കളെ, മറ്റ് പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ രത്ന ഓഫീസറെ വർണ്ണിക്കുമ്പോൾ അവർ ഔദ്യോഗിക ജീവിതം കഴിഞ്ഞിട്ടും അടങ്ങിയിരിക്കാതെ അവരുടെ പ്രസ്ഥാനത്തിനും ആധ്യാത്മികമായിട്ടുള്ള പ്രവർത്തനത്തിനും നാട്ടിൽ ഓടി നടന്നുള്ള പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് അവരുടെ ഓർമ്മകൾ എന്നും നിലനിർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയ അവരുടെ വിയോഗത്തിൽ അവരുടെ കുടുംബത്തിനുള്ള ദുഃഖത്തിലും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. വേദിയിലിരിക്കുന്ന സാമൂഹിക രാഷ്ട്രീയ നേതാക്കളെ, രത്നേജിയുടെ വിയോഗത്തിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, സ്നേഹമുള്ളവരെ, രത്നേജിയെക്കുറിച്ച് പറയുമ്പോൾ ശാന്തിനികേതൻ ഇംഗ്ലീഷ് സ്കൂളിൽ 15 വർഷം മുമ്പ് ഞാൻ എൻ്റെ കുട്ടിയെ ആയി വരുമ്പോൾ രത്നേജിയുടെ ചെറുമക്കളുമായിട്ട് രത്നേജി ഉണ്ടായിരുന്നവർ. ആ ബന്ധം ഈ കഴിഞ്ഞ 2-3 മാസം മുമ്പ് വരെ രത്നേജിക്ക് അസുഖം ബാധിക്കുന്ന ആ സമയം വരെ എവിടെ കണ്ടാലും ഒരു മകനെ പോലെ വാത്സല്യത്തോടെ എന്നെ കാണുകയും വിശേഷങ്ങൾ അന്വേഷിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകളായ രഞ്ജിഷ മെമ്പറുമായും അഭേദ്യമായ സൗഹൃദവും ഒക്കെയുണ്ട്. ഈ അവസരത്തിൽ ദുഃഖിതരായിരിക്കുന്ന ആ കുടുംബാംഗങ്ങൾക്കും അതേപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിക്കും ഉണ്ടായ ആ നഷ്ടത്തിൽ ബാഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. യോഗത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ സുരേഷ് ചാലാർത്ത്, വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിലുള്ള പ്രിയപ്പെട്ട നേതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരന്മാർ, എനിക്ക് രത്ന സാർ അല്ലെങ്കിൽ രത്നേച്ചിയെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാലത്തെ ബന്ധമുണ്ട്. എനിക്കറിയാം, എപ്പോഴും കാണുമ്പോൾ എൻ്റെ ഒരു മൂത്ത സഹോദരിയെ പോലെയാണ് എനിക്ക് എന്നോട് പെരുമാറുന്നത്. എൻ്റെ കൈപിടിച്ചുകൊണ്ട് മിക്കവാറും കണ്ടപ്പോൾ കൈപിടിച്ചിട്ട് രത്നേച്ചി സംസാരിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു അഭേദ്യമായ ബന്ധമുള്ള ഒരു ചേച്ചിയായിരുന്നു രത്നേച്ചി. അദ്ദേഹത്തിൻ്റെ അകാല വേർപാട് നമുക്കറിയാം. നമ്മുടെ ഈ പേരാർ പഞ്ചായത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഈ നാട്ടിനും ഒരിക്കലും നികത്താനാവാത്ത വിടവാണ് സംഭവിച്ചിരിക്കുന്നത്. എനിക്കറിയാം, അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ തന്നെ ജീവിതത്തിൽ ഒരു കറ പോലും പുരളാത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ മഹത്വത്തിൻ്റെ ഉടമയായിരുന്നു ശ്രീ രത്നേച്ചി. അദ്ദേഹത്തിൻ്റെ അകാല വേർപാടിൽ ഞാനും എൻ്റെ വ്യക്തികളായ അതുപോലെ തന്നെ RJD പേരാവൂർ മണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിടവാങ്ങുന്നു. ജയ് NSS മെരുങ്ങോടി കമ്മിറ്റിക്ക് വേണ്ടി ശ്രീ ദേശാനന്ദൻ. അധ്യക്ഷൻ,
വേദിയിലിരിക്കുന്ന നേതാക്കളെ, പ്രിയപ്പെട്ടവരെ, രത്നേച്ചിയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ നേരെ അയൽവക്കമുള്ള എൻ്റെ മൂത്ത ജ്യേഷ്ഠത്തെയായി ഞാൻ എന്നും കണക്കാക്കിയിരിക്കുന്നത്, ഇന്നും കണക്കാക്കുന്ന രത്നേച്ചിയുടെ ഈ വേർപാട് എൻ്റെ സംഘടന നായർ സർവീസ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർ ആ സംഘടനയിൽ അംഗത്വമുള്ള ആളൊന്നും അല്ലെങ്കിലും ആ സംഘടനയുടെ വളർച്ചയിൽ അവരുടെ ഒരു വലിയ സംഭാവന ഈ സംഘടനയ്ക്കുണ്ടായിട്ടുണ്ട് എന്നും ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ രത്നേച്ചിയും കുടുംബവും എന്നും ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ടെന്നും അവരുടെ ഈ വേർപാട് നായർ സർവീസ് സൊസൈറ്റിക്ക് കൂടി ഒരു കനത്ത നഷ്ടമാണ്. അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരുപാട് ആളുകൾ അനുശോചനം രേഖപ്പെടുത്താനുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് വേണ്ടി, ഉദ്യോഗസ്ഥന്മാർക്ക് മൊത്തം വേണ്ടി ഫയൽ അത്യാവശ്യം സ്നേഹം നിറഞ്ഞ രത്നേച്ചിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. സ്നേഹം നിറഞ്ഞ രാഷ്ട്രീയ, സാമൂഹ്യ, അതുപോലെ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ സ്നേഹം നിറഞ്ഞ എൻ്റെ സഹോദരനുണ്ട്. പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ അയൺ ലേഡി എന്ന രീതിയിലാണ് ഞങ്ങൾ രത്നേച്ചിയെ അനുസ്മരിച്ചതും പ്രവർത്തന രീതിയിലും. വളരെ കാലം ഒരുമിച്ച് മറ്റു പഞ്ചായത്തുകളിൽ അടുപ്പിച്ച് ജോലി ചെയ്യുമ്പോഴും ഒരു കറ പുരളാത്ത കൈകൾ കൊണ്ട് ഫയലുകളിലൂടെ കടന്നുപോയ രത്നേച്ചി എപ്പോഴും കണ്ണൂർ ജില്ലയിലെ പഞ്ചായത്ത് ജീവനക്കാർക്ക് ഒരു മാതൃകയായ ഒരു ഓഫീസറായിട്ട് തന്നെയാണ് വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും അദ്ദേഹം റിട്ടയർ ചെയ്തിട്ട് ഇത്രയും വർഷങ്ങളായിട്ടും ഞങ്ങൾ തമ്മിലുള്ള ഹൃദയബന്ധം രത്നേച്ചി എന്ന് വിളിക്കുന്നതിനോടൊപ്പം സാറേ എന്ന് വിളിക്കുകയോ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ദീർഘമായിട്ടൊന്നും പറയുന്നില്ല. വാസ്തവത്തിൽ പഞ്ചായത്ത് ജീവനക്കാർക്ക് മാർഗനിർദ്ദേശം നൽകിയ ആ വലിയ വ്യക്തിത്വത്തിൻ്റെ മുന്നിൽ ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ആ കുടുംബം എൻ്റെയും കുടുംബമാണ്. ആ കുടുംബത്തിൻ്റെ വേദനയോട് പങ്കുചേരുന്നു. പഞ്ചായത്ത് ജീവനക്കാർക്ക് വേണ്ടി പങ്കുചേരുന്നു. ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഈ അനുശോചന പരിപാടിയുടെ അധ്യക്ഷൻ, ഈ അനുശോചന പരിപാടിയിൽ പങ്കെടുക്കുന്ന ഇതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നമ്മുടെയൊക്കെ പ്രിയങ്കരിയായിരുന്ന രത്നേച്ചി നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. ഈ പ്രദേശത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഒരു വ്യക്തിയായിരുന്നു പ്രിയപ്പെട്ട രത്നേച്ചി. അവരുടെ വേർപാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നികത്താനാകാത്ത വിടവാണെന്ന് എനിക്കറിയാം. അവരുടെ ദീപ്തമായ തുടിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ 1000 ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. കുടുംബത്തിനുണ്ടായ ദുഃഖത്തിൽ, പ്രയാസത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനവും പങ്കുചേർന്നു. നിർത്തുന്നു. നന്ദി. രത്നേച്ചി പ്രസിഡന്റായവരുടെ കൂടെ പ്രവർത്തിക്കുന്ന പ്രിയദർശിനി വനിതാ സഹകരണ സംഘത്തിൻ്റെ ഡയറക്ടർ ശ്രീമതി ഇന്നാമ ടീച്ചർ. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാരെ, സ്നേഹമുള്ള നാട്ടുകാരെ, സഹോദരൻ, നമുക്കറിയാം രത്നേച്ചിയെ കുറിച്ച് പറയുമ്പോൾ 1000 നാവുകളുള്ളത്. ഇത്രയും കട്ടൻറായിട്ട് ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയുന്ന ഒരു അറിവിന്റെ പണ്ഡിത എന്ന് തന്നെ വേണം അവരെ കുറിച്ച് പറയാനായിട്ട്. ഏത് മേഖലയിലും അവര് വളരെ നന്നായിട്ട് ശോഭിക്കുകയും ഏത് കാര്യങ്ങൾ വളരെ കൃത്യമായി അവർക്ക് അറിയുകയും ചെയ്യാമായിരുന്നു. ഇത്തരമുള്ള ഒരു പ്രതിഭയാണ് നമുക്കിന്ന് നഷ്ടപ്പെട്ടിരുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ കുടുംബത്തെയും വളരെ കാര്യക്ഷമതയോടുകൂടി ശ്രദ്ധിച്ചിരുന്നു. നമുക്കറിയാം പല നേതാക്കന്മാരും പുറത്ത് നേതാക്കന്മാരായി പോകുമ്പോൾ കുടുംബത്തെ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ടെങ്കിൽ രത്നേച്ചിയെ സംബന്ധിച്ചിടത്തോളം നേരെ മറിച്ചായിരുന്നു. അവരുടെ കുടുംബത്തെയും മക്കളെയും എല്ലാം വളരെ കാര്യക്ഷമമായി കൂട്ടിക്കൊടുക്കുകയും ജനങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സഹകരണങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന രത്നേച്ചിയുടെ അകാല മരണത്തിൽ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. വർഗീസ്. ആദരണീയരെ, നമുക്കെല്ലാം ഏറെ പ്രിയങ്കരിയായിരുന്ന ശ്രീമതി രത്നേച്ചിയുടെ ഈ വേർപാടിൽ അഗാധമായ ദുഃഖവും അനുശോചനവും ഞാനിവിടെ അറിയിക്കുന്നു. തീർച്ചയായിട്ടും അവരുടെ പേരിനെ അനർത്ഥമാക്കുന്ന രീതിയിലായിരുന്നു ആദ്യം എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നുള്ള നിലയ്ക്കും പിൽക്കാലത്ത്
പഞ്ചായത്ത് സെക്രട്ടറി എന്ന നിലയ്ക്കും ശ്രീമതി രത്നേച്ചിയുടെ പ്രവർത്തനങ്ങൾ ഒരു കളറുമില്ലാത്ത ഔദ്യോഗിക ജീവിതവും അധികരിച്ച ഒരു കോൺഗ്രസ് പ്രവർത്തകയും കോൺഗ്രസ് വിശ്വാസിയും എന്ന നിലയ്ക്ക് ഈ പ്രദേശത്തെ നമ്മുടെ ഈ പ്രദേശത്ത് മാത്രമല്ല ഈ മലയോര പ്രദേശത്തെ ഇരുത്തി ഉൾപ്പെടെയുള്ള വിവിധ പഞ്ചായത്തുകളിൽ സേവനമനുഷ്ഠിച്ച അവർ തീർച്ചയായിട്ടും ആ പ്രദേശത്തെ എല്ലാ ജനങ്ങളുടെ ഏറ്റവും മനം കവർന്ന ഏറ്റവും സഹായകരമായ നിലപാടെടുത്ത ഒരു ഉദ്യോഗസ്ഥയായിരുന്നു. സ്നേഹബന്ധങ്ങൾ എത്ര സുദൃഢമാണോ വേർപാട് അത്രയേറെ വേദനാജനകമായിരിക്കും എന്ന് പറഞ്ഞതുപോലെ ഏറ്റവും യുക്തമായ അവരുടെ ഔദ്യോഗിക ജീവിതത്തിൽ മരിച്ച പിൽക്കാലത്തുള്ള ജീവിതത്തിലുമെല്ലാം കറവില്ലാത്ത വ്യക്തിത്വത്തിൻ്റെ ഉടമയായ രത്നേച്ചിയുടെ ഈ വിയോഗത്തിൽ അഗാധമായ ദുഃഖവും അവരുടെ ദീർഘമായ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ്. ഏറെ ബഹുമാന്യരായ വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ഇന്നലെ അന്തരിച്ച ശ്രീ രത്ന ഓഫീസറെ കുറിച്ച് ഈ നാട്ടിലെ ആളുകളോട് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. നാടിൻ്റെ വിവിധങ്ങളായ എല്ലാ കാര്യങ്ങൾക്കും രാഷ്ട്രീയമുണ്ടെങ്കിലും എല്ലാ ആളുകളോടും നല്ല സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി പെരുമാറുന്ന ഒരു മഹനീയ വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അതോടൊപ്പം അവർ ജില്ലാ പഞ്ചായത്തിൽ UDFൻ്റെ സ്ഥാനാർത്ഥിയായി മാലൂർ ഡിവിഷനിൽ മത്സരിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ രംഗത്തൊക്കെ ഉണ്ടായിരുന്നപ്പോൾ എല്ലാ വികസന കാര്യത്തിനും നമ്മളെ സഹായിച്ച, ഈ നാടിന് വേണ്ടി പ്രവർത്തിച്ച, എല്ലാവരുടെ സ്നേഹത്തോട് പ്രവർത്തിച്ച പ്രിയപ്പെട്ട രത്ന ഓഫീസറുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി നിർത്തുന്നു. നന്ദി. രാജു മെമ്പർ. രത്ന ഓഫീസറിൻ്റെ ദീർഘമായ ഓർമ്മകൾ ഞാൻ പഞ്ചായത്തും പറയാൻ വന്നപ്പോൾ സ്വന്തം മകളെ ചേർത്ത് പിടിക്കുന്ന പോലെ തന്നെ ഒരു മകൻ്റെ സ്നേഹം തന്നുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പഠിപ്പിച്ച് ചെയ്ത ഒരമ്മ എന്ന നിലയ്ക്കാണ് രത്ന ഓഫീസറെ ഓർക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഓഫീസർ നമ്മളോട് സംസാരിക്കുമ്പോൾ കൈ ചേർത്ത് രണ്ട് കൈ കൊണ്ട് പിടിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അത് നമ്മളോടുള്ള അടുപ്പം കാണിക്കുന്നതാണ്. നമ്മളൊരാളെ ചേർത്ത് പിടിക്കുന്നത് ചെറിയൊരു ശരീരമുള്ള ആളാണെങ്കിലും വിശാലമായ മനസ്സിൻ്റെ ഉടമയാണ്. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഒരു നഷ്ടം എന്നതിലുപരി പേരാവൂർ പ്രദേശത്തിന് തന്നെ ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ തീരാ നഷ്ടമാണ് രത്ന ഓഫീസർ. അവരുടെ വേർപാടിൽ ഹൃദയത്തിൽ നിന്നുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. DCC വൈസ് പ്രസിഡന്റ് സുദീപ്. സ്നേഹമുള്ളവരെ, നമുക്കെല്ലാവർക്കും അറിയാം രത്ന ഓഫീസറുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ. വ്യക്തിപരമായി അസുഖം ബാധിച്ച് ആശുപത്രിയിൽ ഇന്ദിരാഗാന്ധി അഡ്മിറ്റായ സമയത്ത് പല പ്രാവശ്യം അവിടെ പോയി കാണുമ്പോഴും തൻ്റെ എല്ലാ പല്ലും കാണിച്ച് ഏറ്റവും മനോഹരമായി നമ്മോടുള്ള സ്നേഹത്തെ തൻ്റെ ചിരിയിലൂടെ പുറത്തു കാണിക്കുന്ന രീതിയിലേക്ക് മനോഹരമായി ചിരിച്ചുകൊണ്ട് കയ്യിലേക്ക് ചേർത്ത് പിടിച്ച് മോനെ എന്നല്ലാതെ എപ്പോഴെങ്കിലും കേട്ടുണ്ടെങ്കിൽ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മോനെ എന്ന് വിളിച്ച് ചേർത്ത് നിർത്തുന്ന ആത്മാർത്ഥമായ സ്നേഹം തൻ്റെ പ്രവർത്തനങ്ങളിലും തൻ്റെ പ്രകൃതത്തിലും ഉൾപ്പെടുത്തിയ രത്ന ഓഫീസറുടെ മരണം നമുക്കൊക്കെ ഏറെ ദുഃഖകരമാണ്. ഈ കുടുംബത്തിനുണ്ടായ നഷ്ടം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനുണ്ടായ നഷ്ടം, ഈ നാടിനുണ്ടായ നഷ്ടം, ആ നഷ്ടമെല്ലാം അവരുടെ ഓർമ്മകൾ നഷ്ടം നമുക്ക് സഹിക്കേണ്ട അവസ്ഥയാണ്. കാരണം അവർ അസുഖബാധിതരായി ഏറെ ആശുപത്രിയിൽ കിടന്നു. അവസാന ദിവസം പോലും അസുഖം മൂർച്ഛിച്ച് വെന്റിലേറ്ററിലേക്ക് മാറ്റേണ്ടി വരുന്ന ആരോഗ്യം പോലും ഇല്ലാതെ ആശുപത്രിയിൽ കിടക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായത്. അവരുടെ ഓർമ്മകൾ കൂടി ഏറ്റവും അഗാധമായ ദുഃഖം പ്രകടിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഈ അനുസ്മരണ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ സുരേഷ്, ഇതുവരെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ മറ്റു പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ശ്രീമതി രത്നേച്ചിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ മുഴക്കുന്ന് പഞ്ചായത്ത് സെക്രട്ടറി ആയി ഈ കണ്ണൂർ ജില്ലയിലേക്ക് കടന്നു വന്ന അന്ന് മുതൽ അവരുമായി വ്യക്തിപരമായും അതുപോലെ തന്നെ സംഘടനാപരമായും ബന്ധമുണ്ടായിരുന്നു. ഞാൻ കേരള NGO അസോസിയേഷൻ ഇരട്ടി ബ്രാഞ്ച് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ വൈസ് പ്രസിഡന്റായും അതുപോലെ സംഘടനയുടെ ട്രഷറായിട്ടും പിന്നീട് സംഘടനയുടെ ജില്ലാ കൗൺസിലറായും ഒന്നിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവർ പഞ്ചായത്ത് സെക്രട്ടറി ആയി പോയപ്പോഴും ഗസറ്റ് ഓഫീസേഴ്സ് യൂണിയനിൽ സാധാ മെമ്പറായിരുന്നു. പിന്നീട്
ഞാൻ റിട്ടയർ ചെയ്ത് വന്നതിന് ശേഷം കേരളത്തിലെ പെൻഷൻകാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന KSSPA എന്ന സംഘടനയിൽ അവർ ആദ്യം മറ്റൊരു സംഘടനയിലായിരുന്നു എങ്കിലും ഞാൻ വരുന്നതിന് മുമ്പേ അവർ KSSPAയിൽ പേരാവൂർ മണ്ഡലത്തിലും പേരാവൂർ നിയോജകമണ്ഡലത്തിലും ഈ പ്രസ്ഥാനത്തെ പടുത്തുയർന്നതിൽ വളരെയധികം പങ്കുവഹിച്ചിട്ടുണ്ട്. അവർ ഈ ഒരു 1-2 വർഷത്തിന് ഒഴികെ മുഴുവൻ സമയം സജീവ പ്രവർത്തകയായിരുന്നു. KSSPAയുടെ പേരാവൂർ മണ്ഡലം ജോയിന്റ് സെക്രട്ടറിയായി, പേരാവൂർ മണ്ഡലം ട്രഷറായും, അതുപോലെ തന്നെ കണ്ണൂർ ജില്ലാ കൗൺസിലറായും ഒക്കെ പ്രവർത്തിച്ച എത്തേച്ചിയുമായുള്ള എനിക്ക് ഞങ്ങൾ അയൽക്കാർ കൂടിയാണ്. 98 മുതൽ ഞങ്ങൾ രണ്ടുപേരും അയൽക്കാരാണ്. ഇന്ന് വരെ ഒരു പ്രശ്നത്തിനും പരസ്പരം തെറ്റിത ഒരു ആവശ്യം വന്നില്ല. അത്രയും വ്യക്തിപരമായി വളരെ ബന്ധമുള്ള അവരുടെ നിര്യാണത്തിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി, പേരാവൂർ നിയോജകമണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി, അതോടൊപ്പം പേരാവൂർ മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടിയും എൻ്റെ വ്യക്തിപരമായ പേരിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ, നാട്ടുകാരെ, രത്നേച്ചിനെ പറ്റി എല്ലാവരും പറഞ്ഞു. രത്നേച്ചിയുടെ നഷ്ടം, കുടുംബത്തിനുണ്ടായ നഷ്ടം, പാർട്ടിക്കുണ്ടായ നഷ്ടം, അതിൽ പേരാവൂർ മണ്ഡലം ജനശ്രീയും അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി അദ്ദേഹം ആത്മാവിനെ എത്തിച്ചേർന്നുകൊണ്ട് നിർത്തുന്നു. പങ്കെടുത്ത മുഴുവൻ ആൾക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. അടിയിലെ തുണി അടക്കം പിടിക്കുക. അടിയിലെ തുണി അടക്കം ഒരു മിനിറ്റ് ഇങ്ങോട്ട് പറ്റും. തല ഇങ്ങോട്ട് തന്നെ അങ്ങനെ അടിയിലെ തുണി പിടിക്കുക. ഇങ്ങോട്ട് അടിയിലെ സെഷനിലേക്ക് തന്നെ മാറ്റാം. പിടിക്കാം. മതി ഇനി കണക്കല്ല. ഈ പൂവിന് കാലിലിട്ട് ഇറങ്ങിപ്പോ സ്ഥലം അവളെ വെള്ളം കൊടുക്കണം. അവളെ വെച്ച് കൊടുക്കുന്നുണ്ട്. അവളെ കുടിക്കാം. ഇനി ആരെങ്കിലും കൊടുക്കണ്ട. മോളെ മോളെ കൊടുക്കണ്ടെങ്കിൽ ഇല്ലോ ആയില്ല ഇല്ലോ വെള്ളം കുടി.
അല്ല ഇനി ആരെങ്കിലും ഉണ്ടോ? അവരെ അങ്ങോട്ടിക്കാം അകത്തേക്ക് അകത്തേക്ക് ജുബിലി മാറി കയറിയുന്നുണ്ട്. നിങ്ങൾ വെള്ളം കൊടുക്കുന്ന ആളാ ഇതിലെ ആ മോതിരെടുത്തിട്ട് വെള്ളത്തിൽ വൈദ്യുതി തൊഴിച്ചാൽ കേട്ടോ. കാലിലിട്ടിട്ട് കാലൊക്കെ നമുക്ക് കഴിച്ചിരിക്കും. ഇനി വെള്ളം കൊടുക്കേണ്ടവരില്ലല്ലോ. വെള്ളം കൊടുക്കേണ്ടവരില്ലല്ലോ. ഇനി പോലെ നേരത്തെ പറഞ്ഞ് പട്ടെടുത്ത് കോടിമുണ്ട്. എവിടെയാ നേരത്തെ എല്ലാവരും ആൺകുട്ടികളെല്ലാവരും പിടിക്കുക. ആൺകുട്ടികളെല്ലാവരും കുടുംബത്തിൽ എല്ലാവർക്കും കൂടെ പിടിക്കാം. എല്ലാവരും കൂടി മുഖം അടിച്ചിടുക. അങ്ങോട്ട് അല്ല ഇനി ആരെങ്കിലും പട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ബന്ധുക്കൾ ആരെങ്കിലും പട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ സുധി വെക്കണ്ട കേട്ടോ ഉണ്ടല്ലേ കേട്ടോ. ഇനി കാല് പിടിക്കാനുണ്ടെങ്കിൽ എല്ലാവരും കാല് പിടിക്കുക. ആരും വരാനില്ല. നിങ്ങളെ കൊടുക്കും. ആരെങ്കിലും വരാണ്ട് ഒരു മിനിറ്റ് എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മുടെ അവരുടെ ദേഹവിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നതിനും കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നതിനുമാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. അവരുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒരു മിനിറ്റ് മൗനം ആചരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതിനുശേഷം ശാന്തി മന്ത്രം ഒരുപാട് പറയും. പൂക്കൾ എല്ലാവരും പാദത്തിൽ അർപ്പിക്കണം. ആരും വലിച്ചെറിയാൻ പാടില്ല. പിന്നെ നമ്മളിവിടെ പ്രത്യേകം തയ്യാറാക്കിയ ശ്മശാനത്തിലാണ് ശവ കുടീരധ്യാന കർമ്മങ്ങൾ നടത്തുന്നത്. അടുത്ത ചടങ്ങെന്ന നിലയിൽ സഞ്ചയന കർമ്മമാണ്. അത് ബുധനാഴ്ച രാവിലെയാണ് 8 മണി സമയമാണ് തീരുമാനിച്ചിട്ടുള്ളത്. ബന്ധുമിത്രാദികൾ ഇതൊരു അറിയിപ്പായി കരുതി അന്ന് രാവിലെ 8 മണിക്ക് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മറ്റ് ചടങ്ങുകളെല്ലാം കുടുംബങ്ങൾ ആലോചിച്ചതിന് ശേഷം അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഈ പൂക്കൾ ചെല്ലിയതിന് ശേഷം പൂക്കൾ പാദത്തിൽ അർപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുക. ഓ പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ
വശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശാന്തി ശാന്തി ശാന്തി. പാത്തിന് മാത്രം മാറിക്കൊടുക്കാം. കുറച്ച് ബാക്കോട്ടൊക്കെ ഇവിടെ ആളിട്ടില്ല. ആള് ரொம்ப നേർക്ക് ആരെങ്കിലും കടന്നു വരുന്നുണ്ട് കാണാനായിട്ട് കാണാൻ വഴിയൊന്നാണ്. കുറച്ച് മാറിക്കൊണ്ട് വഴി കൊടുക്കാം. പെട്ടെന്ന് മടുപ്പ് ആരുമില്ലല്ലോ. ഇതെല്ലാവരോട് ചോദിച്ചോണ്ട് എടുക്കാൻ. എന്നാ മൂട് മൂട്. നിങ്ങൾ മക്കളെ തുറന്നോ കേട്ടോ. കാല് മാറ്റണേ. കാല് ഓരോ സമയം കോമ്പറ്റീഷൻ കാല് മുന്നോട്ട് ചെരിഞ്ഞു പറയാൻ ശ്രദ്ധിക്കണേ. ആ തീ എടുക്കണേ. തീ 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 മുമ്പ് പോട്ടെ. മുമ്പിലുണ്ട് ഇതിലപ്പുറം നിൽക്കുമ്പോ അടച്ചു അതിനെ തല അങ്ങോട്ട് അപ്പുറം 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 വെച്ച് അപ്പുറം വെച്ച് ഇലയും ഒഴിവാക്കിയിട്ട് തുണി മാത്രം പിടിച്ചു. നാളോടുകൂടി നാളെ അപ്പുറം തുണി മാത്രം നാലാൾ തുണി മാത്രം പോട്ടിട്ടില്ല. കുറച്ച് താഴോട്ട് വരണം. കുറച്ച് താഴോട്ട് വരണം. ആ വഴി കാണിക്കാം. കുറച്ച് താഴോട്ട് വരണം. നോക്കണ്ട അത് നോക്കണ്ട. അല്ലെങ്കിൽ മാറ്റിയാൽ മതി. ചില കണക്കാ കെട്ടി വയ്ക്കുക.
എങ്ങനെയാ വലിയുണ്ടോ? ഇല്ല, 12 മാസം അല്ലേ? വരുന്നുണ്ട്. ആരും വന്ന കണ്ട് ഓക്കെ മുടിക്കോ. ഇപ്പൊ എടുക്കണ്ട തന്നെയാ. ഞാൻ മരിച്ചെടുക്കില്ല, തിരിച്ചു വിളിക്കാം. ഇങ്ങോട്ട് വാങ്ങണ്ടോ? രണ്ടാളും ഇങ്ങോട്ട് കണ്ടോ? അല്ല പറഞ്ഞു ഓരോന്ന് പറഞ്ഞു അല്ല നിങ്ങൾ ഇവർ വന്നാ വണ്ടി ആയില്ലേ? ഓക്കെ. ആ
അവന്റെ ഫിനേഴ്സിന്റെ കയ്യിൽ വെച്ചു തീർത്ത നാട്ടിലല്ലേ ആടാ കാക്കു ഇവിടുത്തെ അതിന് മേൽക്കോടി വടി പിടിച്ച വടി അങ്ങനെ വരണ്ടേ അടിയാവും വരുന്നുണ്ട് അപ്പുറത്തില്ല അതേപോലെ നിങ്ങളെ കൈ വെച്ചോ വെച്ചോ കുഴപ്പമില്ല അവര് വിളിച്ചു കൊടുത്തേ നിങ്ങൾ അവരെ കൊടുത്തേ ഇങ്ങോട്ട് ഇനി കണ്ണൻ കണ്ണൻ അതിന് ചെറിയ മോനോട് കൊടുക്കും നിത്യമായി എല്ലാം തന്നിട്ടേ നിതീഷേ മറ്റേ കുട്ടിക്ക് മറ്റേ കൊടുത്തു വലിയ ബാക്കി തിരുവനോട് സുരേഷ് കിണ്ടിയിൽ വെള്ളം എടുക്കണല്ലോ സുരേഷ് കിണ്ടി വേണ്ടേ കിണ്ടി വേണ്ടേ കിണ്ടി വേണ്ടേ കിണ്ടി വേണം ആ ചാടി ഒന്ന് തലയിലെ കൂടി വെള്ളം വെച്ചിട്ട് അതിൽ നിറച്ചും വെള്ളം ഒരു കിണ്ടി എടുത്തിട്ട്